നമുക്ക് താഴെ ഇറങ്ങി നോക്കാം അല്ലേ? നിറയെ വവ്വാലുണ്ടല്ലോ ഇവിടെ. മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടാ. ശബ്ദം കേട്ടാ? ആ മരത്തിൻ്റെ കീഴിലാണ് അതുള്ളത് കേട്ടാ. 2:35 Human alien madness. വെരി ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞാനൊരു മോസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുള്ള കേട്ടോ. അത് ഒരു കുറച്ച് ഹോണ്ടഡ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. കുറേ നടന്നു. ഓക്കെ, നമുക്ക് താഴെ ഇറങ്ങി നോക്കാം അല്ലേ? അല്ലേ, ഇവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങിയിട്ട് ആ വേരിൻ്റെ മേലെ കെട്ടാൻ പറ്റും നോക്കാമല്ലോ. ലൈറ്റ് ഉണ്ടല്ലോ അതില്. നിറയെ വവ്വാലുണ്ടല്ലോ ഇവിടെ. ഈ വേര് നോക്കിയാട്ടല്ലേ ഇതിലിരുന്ന് ഊഞ്ഞാലാടല്ലേ. സ്ഥലം എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹൊറിബിൾ പ്ലേസാണ്. പിന്നെ അതുമാത്രമല്ല, പുള്ളി എന്നോട് ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. നോക്കാം എന്താണെന്നുള്ളത്. പുള്ളിക്ക് പേടിയാന്ന് പറഞ്ഞു. പുള്ളി ഒരു പ്രാവശ്യം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് തിരിച്ചു പോയതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ഉള്ളപ്പോൾ പുള്ളിക്ക് ഒരു ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമ്മളെ ഹാമക്ക് കാര്യങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. ഞാൻ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കോ. കണ്ടോ, ഇത് ഒരു പാലമരം പോലത്തെ മരമാണ്. കണ്ടോ, അതിൻ്റെ മേലെയല്ല ഞാൻ നിന്നിട്ടുള്ളത്. അതിൻ്റെ വേരുമേലാണ് ഞാൻ നിന്നിട്ടുള്ളത്. കണ്ടോ,
അങ്ങോട്ട് സൺസെറ്റായി, സൺസെറ്റ് കഴിഞ്ഞ് കണ്ടാ ചുവപ്പ് കളറായിട്ടുണ്ട്. പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട് ചേട്ടാ, കാണണ്ട. ആ ഞാൻ പെട്ടെന്ന് ഹാമക്കിന്റെ സെറ്റപ്പ് ആക്കട്ടെ. ആ ഇവിടെ എന്തോ ഉണ്ട്. ആ കമ്പ. ആ ഞാൻ ഒന്ന് ഇവിടെയോ ഒന്ന് ഈ വേരിന്റെ മേലയിൽ കിട്ടിയാലോ? സേഫ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലേ സേഫ് അല്ല. അപ്പോൾ കുറച്ചൊരു നല്ല സ്ഥലം നോക്കിയിട്ട് കേട്ടാ. ഈ മരത്തിന്റെ മേലെ കേട്ടല്ലേ, ഈ മരത്തിലും ഈ വേരിലും. എൻ്റെ കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് അത് ദൂരെ കെട്ടാൻ പറ്റും. ആ ഒന്നിച്ച് കെട്ടിയാൽ മതി. ഇത് ഇവിടെ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാം അല്ലേ? ലൈറ്റ് ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഹാമക്ക് ഇതിൽ കെട്ടട്ടെ. വേണ്ട ഹാമക്ക് ഇവിടെ. ഏയ് അത് നല്ല സ്ട്രോങ് ആണ്. ഏയ് അതൊന്നും ഉണ്ടാവില്ല. ഒന്നും മരം ഉണ്ടല്ലോ. വെക്ക എല്ലാ വിളക്കും വെച്ചോ. ഇവിടെ നല്ല ഇരുടാണ്, ഒന്നും കാണുന്നില്ല. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ വലിയ ലൈറ്റ് എടുത്തത്. ആ ഇതുപോരെ? അതെ, ഇത് ഒന്ന് കിടന്നോക്കാം, ഒന്ന് സേഫാന്ന് നോക്കിയിട്ടേ പിന്നെ ഒന്നും കൂടി ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം. ഈ ലൈറ്റ് സൂപ്പറാട്ടാ, ഈ ഹാങ് ചെയ്യുന്ന ലൈറ്റ്. നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ. യക്ഷി ഉണ്ടെങ്കിൽ ഞാൻ ഡ്രാക്കുളയാണ്. സുമതി ചേച്ചി ഒന്നും വിചാരിക്കരുതേ. നമ്മളിവിടെ വീഡിയോ എടുത്ത് ക്യാമ്പ് ചെയ്ത് ഒരു ഭക്ഷണം എന്തെങ്കിലും പാകം ചെയ്തിട്ട് ഞങ്ങൾ പോയിക്കൊള്ളാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല, നിങ്ങളെ പറ്റിയിട്ട് ഒന്നും പറയുന്നുമില്ല. ഓക്കെ ഓക്കെ സുമതി ചേച്ചി. ആ ചീവീടിന്റെ ശബ്ദത്തിൽ അല്ല, ചീവീടിന്റെ ശബ്ദത്തിൽ റിപ്ലൈ വരുന്നുണ്ട് കേട്ടാ. കേട്ടാ അതാ പറഞ്ഞേ, ചീവീടിന്റെ സൗണ്ട് കൂടി. അതെ, ഞങ്ങളിപ്പോ പറഞ്ഞതിന് ശേഷം അതാ റിപ്ലൈ വരുന്നുണ്ടാ. ചീവീടാണോ തവള? തവള തവള തവള. ആ ഓക്കെ, അത് പ്രശ്നമില്ല, നിങ്ങൾ കെട്ടിക്കോ, ടെൻഷൻ അടിക്കണ്ടാവാ. ആ ടെൻഷൻ അടിക്കണ്ട. പുള്ളിയുടെ ഹാമക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വേണ്ട കാണിച്ചറ വരട്ടെ. വേണ്ട വലിയ ഹാമക്ക, ഒരു ബെഡ് പോലുള്ള ഹാമക്ക. ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, നിങ്ങളെന്നാ കിടന്നോ. ഫുഡ് ഉണ്ടാക്കിട്ട് വിളിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇവിടെ കിടന്നോ, ഞാനൊന്ന് വീട്ടിലെല്ലാം പോയിട്ട് വരട്ടെ. ഓ ശരി, നോ പ്രോബ്ലം. ഇവിടെ കിടക്കുമ്പോ ശ്രദ്ധിക്കണം, ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങോട്ടാ പോകുന്നത്. അതെ, നോക്കാം നമുക്ക് ആരാ വരുന്നേ നോക്കാം. അതോ സുമതി വരികയാണെങ്കിൽ മഷ്റൂം കുറച്ച് സുമതിക്ക് കൊടുക്കും. എന്തേ? ഓ എന്ത് സുമതി, അവർക്ക് സുഖമല്ലേ, അല്ല അവർക്ക് നല്ലതല്ലേ അവരെ പേര് പറയുന്നത് അല്ലേ? അല്ലേ
സുമതിനെ ബഹുമാനിക്കല്ലേ നമ്മള്. ചേച്ചി എൻ്റെ ബാഗ് അത് ഇങ്ങോട്ടേക്ക് എടുത്ത് എൻ്റെ കൈ തരുമോ? ഞാൻ ഇത് നോക്കേണ്ടിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ നല്ല സ്ഥലമുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ഇവിടെ വരണ്ടേ? ഇവിടെ വന്നാൽ മതിയോ? ഒരു മിനിറ്റ്. ഇവിടെ ഭയങ്കര സ്ലിപ്പറി കേട്ടാ. ഇപ്പൊ വീണ തന്നെ. ഓക്കെ. ബാഗ് ഇവിടെ വെക്കട്ടെ. ഇവിടുന്ന് കുക്ക് ചെയ്യാം. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു വാട്ടർ സ്ട്രീമും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നോ. വെള്ളമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനും പറ്റും. നല്ല അടിപൊളി പ്യുവർ വാട്ടർ ആട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ചെയ്യാമല്ലേ കുക്കിങ്? ഇവിടുന്ന് കുക്ക് ചെയ്തൂടെ? ഈ ലൈറ്റ് ഇവിടെ എവിടെയെങ്കിലും സെറ്റാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ട് കാണാനും പറ്റും. ചെയർ ഇവിടെ സെറ്റാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരിക്കാമല്ലോ. പുള്ളി ഇവിടുന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മേലേന്ന്. അപ്പോൾ അതിൻ്റെ കാര്യം പ്രശ്നമില്ല. പുള്ളി അടുത്ത് തന്നെ ഉണ്ട്. ഞാനും പുള്ളീൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം പുള്ളി വേറെ എന്താ കുക്ക് ചെയ്യുന്നത് അറിയില്ല. പുള്ളി മുട്ടയാണ് കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. മുട്ട ബോയിൽ ചെയ്യേണ്ട പരിപാടി. അപ്പോൾ ഞാൻ മഷ്റൂമും മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് ഷെയർ ചെയ്ത് കഴിക്കാം. ഓക്കെ. അപ്പോൾ ചെയർ വെക്കാൻ പറ്റിയ ഇവിടെ വെക്കാം. മഷ്റൂം ഇതാണ് കേട്ടോ പാക്കറ്റ്. ഒരു വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യണം. ഇതിനെ എന്തോ കള്ള് ഷാപ്പിൻ്റെ മുമ്പിലോട്ട് പോകുന്ന പോലത്തെ ഒരു മണം. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള മഷ്റൂമാണ്. ചെമ്പരത്തിപ്പൂ പോലെ നല്ല രസമുണ്ട് കാണാൻ. നല്ല വേണ്ട ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ്. മഷ്റൂം നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ളതാണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് മഷ്റൂം ഒന്ന് ബോയിൽ ചെയ്തിട്ട് ബോയിലായി ഏകദേശം. ഇനിയിപ്പം വെള്ളം കളഞ്ഞിട്ട് ഇനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ മഷ്റൂം ബോയിൽ ചെയ്തപ്പോൾ ഇത് ആകെ വളരെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി കേട്ടാ. ഇത് പാക്കറ്റിൽ നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ബോയിൽ ചെയ്തപ്പോൾ ചുരുങ്ങിപ്പോയി. ഈ ഒരു ചെറിയ ബൗളിൽ വെക്കുന്ന രീതിയിലായി അത്. ഇതിനൊന്ന് പാനൊന്ന് ചൂടാക്കി എടുക്കാം അല്ലേ? വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. സവാള കട്ട് ചെയ്ത് അതിൻ്റെ അകത്തിടണം. ഞാനിവിടെ മഷ്റൂം ഇതാക്കുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്. പച്ചമുളക് ഒന്നുമില്ല. പച്ചമുളക് ജസ്റ്റ് 2 പീസാക്കിയിട്ട് അതിൽ തന്നെ കിടക്കട്ടെ. സ്റ്റോവ് ഒന്ന് ഓണാക്കിയിട്ട് മഷ്റൂം നീലിട്ട് റോസ്റ്റ് ചെയ്യണം. അതിലേക്ക് ലേശം ഉപ്പ് കയ്യിലെടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മഞ്ഞൾ, മുളക്, പിന്നെ അത്യാവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലേശം മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒന്ന് അടച്ചു വെച്ചാൽ മീനെ മാറ്റി വെക്കാം. എന്നിട്ട് മഷ്റൂം റോസ്റ്റ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ കുറച്ച് സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഫുള്ള് റോസ്റ്റായി കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മഷ്റൂം റെഡിയാക്കി വെച്ചില്ല, മഷ്റൂം മസാലയാക്കി റെഡിയാക്കി വെച്ച മഷ്റൂമിലേക്ക് സവാള മിക്സ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ രണ്ടിനെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ സംഭവം റെഡി. സെറ്റാട്ടോ. ഇതിൽ കുറച്ച് RKG ഇട്ട് കൊടുക്കാം, എന്നാലേ നല്ല ടേസ്റ്റ് വരും. ഇത് റെഡി, സംഗതി റെഡി. കുറച്ച് സ്പൈസി ആയിരിക്കും. ഞാൻ സ്പൈസി തിന്നുന്നുണ്ട്, ഞാൻ മുളക് ഇട്ടിട്ടാ ഉണ്ടാക്കി. സാധനം സെറ്റാ. ഒന്നും കിട്ടില്ല, ഒന്നും അധികം സാധനങ്ങളൊന്നും ഇട്ടില്ല. അതെ, അത് ഫുള്ള് പിന്നെ റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഇത്ര കണ്ടായി. അതിന്റെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും കഴിക്കാൻ കഴിയില്ലാന്ന് വിചാരിച്ചതാ. ഇതിപ്പോ ഒരാൾക്ക് പോലും ഇല്ല. എന്തേ? ഏയ് പേടിക്കാന്നില്ല, അടിപൊളിയാ. എന്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടാ. നമ്മളെ ടൈപ്പിലുള്ള ഒരു റോസ്റ്റാണ്, അല്ലാണ്ട് ഭയങ്കര പ്രൊഫഷണൽ കുക്കൊന്നല്ല. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഉണ്ടാക്കിയതാ. ഇനി മുട്ടൻ്റെ ബോയിൽ ചെയ്തിട്ട് 2 പീസ് ഇട്ടിട്ട് രണ്ടും കൂടി ഒന്നിച്ച് കഴിക്കാം. ഓക്കെ, ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. മുട്ട ബോയിലായിട്ടുണ്ട്, പിന്നെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. അപ്പം മുട്ട ഒന്ന് തോട് പൊടിച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥ പറയണ. ഇത് മുട്ട ശരിക്കും വെന്തിട്ടില്ലടോ. അത് കുഴപ്പമില്ല, ഹാഫ് ബോയിലായില്ല, അത് മതി. ഞാൻ ഈ പാത്രത്തിലെടുത്തേ. എന്നാലും മറ്റേതെടുത്തോ, മഷ്റൂം അതിൽ നിന്ന് കുറച്ചെടുത്തോ. അല്ലേ? ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ. ഹാഫ് ബോയിൽ. ഞാൻ ഇതിനകത്ത് മഷ്റൂം എടുത്തേ. എടുത്തോ, നിങ്ങളെ മഷ്റൂം എടുത്തോ ഫുള്ള്. അല്ല, നിങ്ങൾക്ക് മഷ്റൂം വേണ്ടേ? ഇത്ര മതിയോ? ടേസ്റ്റ് ഉണ്ടല്ലേ? അല്ല പറഞ്ഞ വേണം എടുത്തോന്ന് പറഞ്ഞേ. എടുത്തോന്ന് ഉണ്ടല്ലോ. ഒരു മഷ്റൂമും മുട്ട. എങ്ങനെയുണ്ട് മഷ്റൂം? എങ്ങനെയുണ്ട്? അപ്പോ ഞാൻ ചോദിക്കാം, എന്താണ് ഇവിടെയുള്ള സ്റ്റോറി? എന്താ സംഭവം? എന്താ എനിക്കിതുവരെ എന്താ ഇതിന്റെ സത്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സംഭവം എന്താ അറിയോ? പറയാൻ പാടുണ്ടോ? അതെന്താ പറഞ്ഞു? ധൈര്യത്തിൽ പറഞ്ഞു. നമ്മൾ നേരത്തെ പെർമിഷൻ ചോദിച്ചില്ല. പെർമിഷൻ ചോദിച്ചു, നമ്മൾ അതിനുള്ള ഉത്തരം തന്നില്ല. സംഭവം എന്താ വെച്ചാല് ഇതിന്റെ അപ്പുറത്ത് കൂടെ റോഡ് പോകുന്നുണ്ട്.
നമ്മള് ആ കല്ലിട്ട് ആ റോഡിന്റെ പണ്ട് കാലത്ത് കേട്ടോ, ആ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് കോണ്ടാക്ടർ ഇവിടെ ഈ അടുത്തുള്ള ഒരു പെണ്ണിനെ, സുമതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞിട്ട് ഇവര് പ്രണയമായിരുന്നു, കുറെ നാള് പ്രണയിച്ച് നടക്കുമായിരുന്നു. കാരണം ഇയാള് ഭയങ്കര പൈസക്കാരനാണ്. ഇയാളെ വീട് കോഴിക്കോടം കണ്ട. അതെയാ? ഇയാളെ നാട് ഇപ്പൊ അടുത്തുള്ളതാണോ? പണ്ടത്തെ ഒരുപാട് വർഷം പ്രേമിച്ച് നടക്കുന്ന സമയത്ത് പിന്നെ ഈ കോണ്ടാക്ടർക്ക് വേറെ ഏതൊരു കല്യാണം ശരിയായി, ഒരു ഭയങ്കര പൈസക്കാരി. അങ്ങനെ ചെറുപ്പക്കാരനായിരുന്നു? ആയിരിക്കുമല്ലോ. അങ്ങനെ. അപ്പൊ അങ്ങനെ ഈ കോണ്ടാക്ടർ അപ്പത്തേക്ക് ഈ പെണ്ണ് പ്രഗ്നന്റ് ആവുന്നു എന്റെ ചെയ്തു, സുമതി. അങ്ങനെ ഈ സുമതിയെ പ്രഗ്നന്റ് ആയി, ഇതിനെ കെട്ടാനും പറ്റില്ല, മറ്റേ പെണ്ണിനെ ഇയാൾക്ക് കിട്ടുകയും വേണം. അങ്ങനെ എങ്ങാണ്ട് ഈ പെണ്ണിനെ കൊന്നിട്ട് ഇവിടെ എങ്ങാണ്ട് കൊണ്ടിട്ടെന്ന് പറയുന്നത്. അതെയാ? അതിനുശേഷം ഇതിൽ ആര് പോയാലും പേടിക്കാതെ പോകില്ല. അത്രയും പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോഴല്ലാട്ടാ, പണ്ട്. ഇത് ഞാൻ എങ്ങനെ അറിയണമെന്ന് വെച്ചാല്, ഞാനൊരു ദിവസം വന്ന് ക്യാമ്പ് ചെയ്തു ഇവിടെ കുറച്ച് മേളില് ടെന്റ് വെച്ചിട്ട്. ആ ഒരു സ്ഥലം പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ വന്നില്ല, അത് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോ മേളില് ക്യാമ്പ് ചെയ്തൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഫീല് ചെയ്യുകയും ചെയ്തു, എനിക്ക് അനുഭവപ്പെട്ടു. രാത്രി ഭയങ്കര അറിയാണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ഇത് സുമതിയാണെന്ന് അറിയാണ്ട് പോലും എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയാന്ന് വെച്ചാൽ രാത്രി നമ്മുടെ ടെന്റിന് ചുറ്റും ആളുകൾ നടക്കണ പോലെ. റിയൽ ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നി. നോക്കാം കേട്ടോ, സൗണ്ട് കേട്ടോ. അതെന്തോ കരയുന്നാണോ, അത് എന്താണത്? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മരപ്പട്ടി, അതിന്റെ കുഞ്ഞൻ അങ്ങനെ കരയാ. കുട്ടികളെ ശരിക്ക് ഒരു പെണ്ണ് ചിരിക്കുന്ന ശബ്ദമില്ല, അതേ ശബ്ദം വരാം. എന്താ പറഞ്ഞാല് എനിക്കിത് പരിചയമുണ്ട്. എന്താ പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ ഭാഗം വയലാണ്, വലിയ പറമ്പാ. അപ്പം മൊത്തം തെങ്ങും കാര്യങ്ങളും തെങ്ങുള്ള സ്ഥലത്താണ് മരപ്പട്ടി കൂടുതലുണ്ട്. പിന്നെ മച്ചുണ്ടല്ലോ, വീടിൻ്റെ മച്ച്, അവിടെ ഇത് താമസിക്കുക. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു മരണ അതിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ 12 മണിയായപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇങ്ങനെ വീടിൻ്റെ ബാക്ക് വശത്ത് ഇരുടായിട്ടുള്ള സ്ഥലമല്ല, അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നിന്ന് എൻ്റെ ഒരു ചിരി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആകെ പാനിക്കായിട്ട്, എടാ എന്തോ ചിരിച്ചടാന്നുണ്ട്, ഓടാൻ വേണം. ഞാൻ പറഞ്ഞ എടാ ഓടണ്ട, ഇത് മരപ്പട്ടീൻ്റെ കുട്ടിയാ, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അല്ല അതൊന്നല്ല, ഇതൊരു പെണ്ണ് ചിരിച്ചാണ്ട് ഇവൻ ഓടാൻ നോക്കാം. ഞാൻ പറഞ്ഞ അതൊന്നും നീ പേടിക്കേണ്ട, ഇത് മരപ്പട്ടീൻ്റെ കുട്ടിയായിട്ട് ഞാൻ ഓൾറെഡി കേട്ടതാണ്, എൻ്റെ വീട്ടിൻ്റെ മച്ചൊന്നും ആടുന്ന ഇവിടുന്നൊക്കെ കേട്ടോണ്ടിരുന്നതാ. എന്താ ആ ഒച്ച ഞാൻ പറഞ്ഞ. അപ്പോൾ ഇത് അറിയാത്ത ആൾ കേട്ടെന്താവും, പാനിക്കായി ചിലപ്പോൾ അവിടെ തന്നെ ബോധം കെട്ട് വീർക്ക് ചെയ്യും. അല്ല അപ്പൊ ഇതേ ശരിക്കും ഞാൻ അന്ന് ക്യാമ്പ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ ഇതിനെ പറ്റി ശരിക്കും അന്വേഷിച്ചു ഈ കഥ എന്താന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞ കഥയല്ലത്. ഞാൻ 3-4 പേര് ഈ ഏരിയയിലുള്ള ഈ അടുത്തെങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അടുത്തൊന്നും പ്രശ്നം ഉണ്ടായത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആരും വരില്ല എന്നാ പറയുന്നത്. അതും വരാറില്ല. നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടില്ലേ, ഇവിടെ ആരും മനുഷ്യന്മാര് വരില്ല, ഈ അറിയാവുന്നവര് വരില്ല. അപ്പോൾ നമ്മളെ ഇപ്പം വന്നിട്ടില്ല, നോക്കണല്ലോ ഇന്ന്. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇന്ന് അമാവാസി ദിവസമല്ലേ? അതൊന്നും എനിക്കറിയില്ല, നീ എന്നെ പേടിപ്പിക്കല്ലേ. ഇന്ന് അമാവാസി ദിവസാ. അതെ, ഇന്ന് ചന്ദ്രനില്ല. കറക്റ്റ് ദിവസാ വന്നിട്ടില്ലേ? എനിക്ക് പേടിയാട്ടാ. ഈ മരാണ് ആകെ ഡേഞ്ചർ ആയിട്ട് കിടക്കുന്നത് അല്ലേ? കാണുമ്പോ തന്നെ പേടിയല്ലേ? കാണുമ്പോ പേടിയാവോന്നാ. ഇതിപ്പോ ഒരാള് ഇപ്പം ഞങ്ങളിപ്പം ഇവിടെ ക്യാമ്പ് ചെയ്ത് ശീലമുള്ള ആളായത് കൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യത്തിലിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന ക്യാമ്പറാണ്, അല്ലാത്ത ആള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വേറൊരാളെ, ഒരു സാധാരണ ഒരു ആളെ കൂട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു നോക്കിയേ, എങ്ങനെ നിൽക്കാനാ? നിൽക്കൂല, ഒരിക്കലും നിൽക്കൂല. ആ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത് കണ്ടാൽ തന്നെ നിൽക്കൂല. ശരിക്കും സാധാരണ ക്യാമ്പ് ചെയ്യണ ആരും ഇവിടെ വന്ന് ഇല്ല, ക്യാമ്പ് ചെയ്യില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഗ്യാരണ്ടി പറയാം. പിന്നെ ഇങ്ങനത്തെ എനർജി ഉള്ളതാണ്, അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് മൈൻഡ് ചെയ്യാറില്ല. എന്താ പറഞ്ഞാൽ അവരെക്കാട്ടിയും പവർഫുള്ളാണ് ഈ ആര് മനുഷ്യർ. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നാൽ പിന്നെ കഴിച്ചു കഴിഞ്ഞില്ലേ? പാത്രം ഞാൻ ഈ അരുവിയില്ല അവിടെയുള്ള ഈ ഇങ്ങോട്ട് ഒഴുകി വരുന്നത്
അവിടെ ഇല്ല, കുറച്ച് മേലോട്ട് അവിടെ പോയിട്ട്. എനിക്ക് മൂഡ് ഓഫ് ആയിരിക്കും. എന്ത് ഒരു എന്തോ പോലെ. അതാ പറഞ്ഞത്, മൂഡ് ഓഫ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. മൂഡ് ഓഫ് അല്ല, ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നല്ലേ, അതുണ്ടാവും. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാല് അത് സാധാരണയാ. ഞാൻ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് വരുന്നോ? ഞാൻ വരാം. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ചെലപ്പോ ബാക്കിൽ സുമതി വന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടല്ല, അങ്ങനെ പേടിയില്ല, പക്ഷെ നീ കൂടെ ഉണ്ടല്ലോ ഇപ്പൊ. അതെ അതെ. ശബ്ദം കേട്ടാ? തവളയാണോ സുമതിയാണോ എന്നറിയില്ല. ഒന്നുമില്ല, പാത്രം കഴുകുന്നതാ കേട്ടാ, നിങ്ങളൊന്നും ചെയ്യൂല. ഇതിപ്പം വേറെ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിലേ വെള്ളത്തിൽ തന്നെ ബോധം കെട്ട് വീടുണ്ടാവും. പോവാ, കൈ കഴിഞ്ഞേട്ടാ, വേഗം പോയി കിടക്കാല്ലേ. നോക്കണേ. ഇപ്പോ ഇനി എനിക്ക് ഇതിന്റെ മേളിൽ കേറുന്ന വരെ സമാധാനം ഉണ്ടാവില്ല. എന്തേ? അത് ഭയങ്കര കുറച്ച് ഡേഞ്ചർ അല്ലേ? അതുകൊണ്ടല്ല, എനിക്ക് ഇതിന് മേളിൽ കയറി കിടക്കുന്നവരെ. അങ്ങനെ ഓക്കെ. വീണോ? താഴെ പോയാ? പൊട്ടിയാ? കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഈ ലൈറ്റിൽ ഓണാക്കിയിട്ട് പോക്കറ്റിലിട്ടാലോ? സൂക്ഷിച്ച് കയറണേ, സൂക്ഷിച്ച് കയറണേ. ഇറങ്ങുന്ന നേരം ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം കേട്ടാ. ഇല്ല, അതൊന്നും പോവില്ല. ഇറങ്ങുമ്പോ ശ്രദ്ധിച്ചിറങ്ങിയാ മതി. സുഖയില്ലേ? അപ്പൊ കിടന്നോ? ലൈറ്റ് വേണ്ടേ? അപ്പൊ ഞാൻ കിടക്കട്ടെ? എന്തെങ്കിലും കൊണ്ട് വിളിച്ചോട്ടാ. അല്ല, ഞാനും ഉറങ്ങൂല. ഞാൻ എന്തായാലും ഒരു 2-3 മണി വരെ എന്തായാലും ഉറങ്ങും. 3 മണിക്ക് ശേഷമേ എനിക്ക് ഉറക്കം വരും. എന്താണെന്നറിയാം, 3 മണി വരെയാണ് ഈ നെഗറ്റീവ് എനർജികളുടെ ടൈം. എനിക്ക് കറക്റ്റായിട്ടുള്ള അറിവില്ല, ഞാൻ പറഞ്ഞു കേട്ടതാ. അപ്പോൾ ഈ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ വന്നിട്ടാണ് ഞങ്ങൾ ഇടങ്ങാറാക്കുക. സ്വപ്നത്തിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ എനർജി നമ്മളെ ഇടങ്ങാറാക്കുക. ഫിസിക്കലായിട്ട് വന്നിട്ട് എന്തായാലും അവരൊന്നും ചെയ്യൂല. അത് ഉറപ്പാ. അത് ജീവനോടെ അതിനൊന്നും ചെയ്യൂല. അങ്ങനത്തെ വിഷയേ ഇല്ല. അതെ അതെ അതെ, നല്ല അനുഭവം. ഭയങ്കര എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു അനുഭവം ചെയ്യുന്നത് കേട്ടാ. അവിടെ ഒരു മാക്സി പോലത്തെ ഒരു സാധനം തൂക്കിയിട്ടുണ്ടാരോ? എന്താ സംഭവം? കണ്ടിട്ടില്ല? അവിടെ കാണുന്നില്ലേ ഈ വേരില് ഒരു പെണ്ണിന്റെ വസ്ത്രം പോലത്തെ? എന്താന്ന് അറിയില്ല. അവരിങ്ങനെ ആടി കളിക്കുമ്പോ ഞാൻ വിചാരിച്ച അവിടെ ആരോ നിക്കുന്നുണ്ടെന്ന് വിചാരിച്ച. ഉണ്ട്. കാണണ്ട? അല്ലേ? എന്തോ ചരട് കെട്ടി തൂക്കിയാണോ? ആ മരത്തിന്റെ തായലാണ് കെട്ടിയിട്ടുള്ളത്. ഇരുടായോണ്ട് കണ്ടില്ല. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന ഈ ഫ്ലാഷ് ലൈറ്റിന്റെ ഒരു ഒളിച്ച അവിടെ പോയപ്പോ. അതൊന്നും മൈൻഡാക്കണ്ട, അവർക്ക് കിടന്നോ. സമയം 2 കാണുന്നുണ്ടോ? 2:35 ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഞാൻ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട്
ഇങ്ങനെ നോക്കായിരുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ. പുള്ളി ഉറങ്ങി, പുള്ളി നന്നായിട്ട് സൈഡായി. കുഴപ്പമൊന്നുമില്ല, ഇതുവരെയായിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതല്ല എനിക്ക് തോന്നുന്നു വെറുതെ ഒരു തോന്നലായിരിക്കും ആരെങ്കിലും. അങ്ങനെ എനിക്കിതുവരെയായിട്ടും അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പല ശബ്ദങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ മേലേന്ന്, പല കൊമ്പ് പൊട്ടുന്ന പോലത്തെ ശബ്ദവും. നോർമലി പ്രകൃതിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അത് കാണുന്നുണ്ട്. വേറെ ഒരു പ്രേതോ യക്ഷിയോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നോക്കാം, 2:45 2:35. ഇനി എന്തായാലും ഞാൻ കിടക്കാൻ പോവാം. ഇനി വെയിറ്റ് ചെയ്ത് ഇന്നെ ശരിയാവില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. സമയത്ത് 6 മണി. തണുപ്പുണ്ടല്ലേ? നല്ല കോടെ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? അങ്ങനെ ഇതാ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പകലായിട്ടുണ്ട്. അപ്പം ഇന്നലെ ഉറങ്ങാൻ എന്തായാലും 3 മണി ആയിട്ടുണ്ടാവും. 2:45 വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ രാത്രി ഒരുപാട് ഒച്ചകളും അതൊക്കെ ഉണ്ടായിരുന്നു. ഈ മരച്ചില്ല വീഴുന്ന ഒച്ചയും എന്തോ കായ വീഴുന്ന ഒച്ചയും പിന്നെ മറ്റേ മരപ്പട്ടി ആണെന്ന് തോന്നുന്നു. വേറെ അങ്ങനത്തെ ഒരു ഒച്ച ഉണ്ടായിരുന്നു. പിന്നെ വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും പറയാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. 3 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കൊന്നും അറിയില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കോടായിരുന്നു. രാവിലെ ഒന്നും കാണാൻ പറ്റുന്നില്ല, അത്രക്കും കോടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇപ്പം കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് മരച്ചില്ലയും മരം കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ അങ്ങനെ കാണാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞാനിത് എവിടെ ഒന്ന് ഈ ഭാഗത്തൊന്ന് നോക്കട്ടെ. ആ, നല്ല കുഴിയല്ലേ ഇവിടെ. ഓ, എന്താ കുഴി. ഇനി അങ്ങോട്ട് നടക്കാണ്ടല്ലേ, ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ഇന്നലത്തെ അനുഭവങ്ങൾ എന്താണ്? ഇന്നലത്തെ അനുഭവങ്ങൾ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറർ തന്നെയായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ
പല ശബ്ദങ്ങളും വരികയാണ്. ഒരു മൂളിച്ച പോലത്തെ ഒരു ശബ്ദം, ഒരു കരച്ചിൽ പോലെ. കരച്ചില് മനുഷ്യന്മാര് കരയണതല്ല, മനുഷ്യന്മാരല്ല, ഒരു പക്ഷികളാണ്. പക്ഷിയാണോ മൃഗം? എന്റെ മനസ്സിനെ അത് അങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടോ, അല്ലെങ്കിൽ ഞാൻ പേടിച്ചേനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒറ്റയ്ക്കൊരാൾ വന്നാല് ഇവിടെ ഒറ്റക്കൊരാൾ വന്നു കഴിഞ്ഞാല് റിയൽ ആയിട്ട് പറയും, ഒറ്റക്കൊരാൾ വന്നു കഴിഞ്ഞാല് ബോധം കെട്ട് വീഴാനല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല. അത് ഉറപ്പാണ്, കിടക്കൂല. അത് ഈ പരിസരത്തുള്ള ആള് പോലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിടക്കൂല, അത് ഉറപ്പാ. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു മനക്കെട്ടെങ്കിലും വേണം. ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ അല്ലെ. സൗണ്ടുകളായാലും പകല് നല്ല ഭംഗിയാ, പക്ഷെ രാത്രി നേരെ ഓപ്പോസിറ്റ് ആണ്. രാത്രി പക്ഷികളുടെ സൗണ്ട് നല്ലൊരു കുളിർമയായിരുന്ന സൗണ്ട്. ഇപ്പൊ നിങ്ങള് രാത്രി ഇവിടുന്ന് വെളിയിലേക്ക് പോയി എന്തെങ്കിലും ആവശ്യത്തിന് പോയി തിരിച്ച് ആ സ്പോട്ടിലേക്ക് പോകണല്ലോ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും. ഇവിടെ വന്നു വിട്ട് കഴിഞ്ഞാല് ചിലപ്പോ അങ്ങനെ അങ്ങ് കൂടി നിക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടുന്ന് ഔട്ടായിട്ട് പിന്നെ ഉള്ളിലേക്ക് വരല് പാടാം, മനസ്സിന് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അല്ലേ. അപ്പൊ നിങ്ങള് സ്ഥലം കണ്ടിട്ട് എന്താണുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ, കമന്റ് ചെയ്യാ. പിന്നെ ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പൊ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും. അടുത്തൊരു വീഡിയോയില് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. ഓക്കെ, ഇതിലേ വന്നത്? ഓ, അത് വൈകുന്നേരം വന്ന പിന്നെ ഓർമ്മയില്ല ഇതിലേ വന്നെന്ന്. ക്യാമറ എടുക്കണം എന്തായാലും. ഒരു സിനിമാറ്റിക് ഇതായിക്കോട്ടെ, നടന്നു ഓട്ടെ.